എന്താ സാർ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം? നോ, നോട്ട് അറ്റ് ഓൾ. അയ്യോ, ഓക്കെ. ചെവിയുടെ ഉള്ളിലേക്ക് ഒരു പ്രാണി പോയാൽ നമ്മൾ വെപ്രാളത്തിൽ ചെയ്തു പോകുന്നതും എന്നാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ കൈ കൊണ്ടും വിരലുകൊണ്ടോ നമ്മുടെ ചെവിയിലോട്ട് ചൊറിയുകയോ ഉള്ളിലോട്ട് ഇടാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഇതുവഴി നമ്മുടെ ഉള്ളിലെ പ്രാണി കൂടുതൽ ഉള്ളിലോട്ട് പോകാനാണ് സാധ്യത. പകരം ഒരു ടോർച്ച് ലൈറ്റിന്റെ സഹായത്തോടു കൂടി വെളിച്ചം കാണിക്കുകയാണെങ്കിൽ ഉറുമ്പ് പോലുള്ള ചെറിയ പ്രാണികൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇത് ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുവഴി പുറത്തോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാവുന്നത് നല്ല വലിച്ചു പിടിക്കുക. ചെവി മുകളിലോട്ടും പുറകിലോട്ടുമായി വലിച്ചു പിടിച്ചിട്ട് താഴോട്ട് നല്ല രീതിയിൽ കുടയുക. ഇതുവഴി ചെറിയ പ്രാണികൾ പുറത്തേക്ക് വരാവുന്നതാണ്. ഇതുവഴിയും വന്നില്ലെങ്കിൽ രണ്ടാമതായി ചെയ്യേണ്ടത് ചെവിയുടെ ഉള്ളിലോട്ട് സുലഭമായി കാണുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ബേബി ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതാത് ടെമ്പറേച്ചറിൽ ചൂടാക്കേണ്ട കാര്യമില്ല, ഒരു 3-4 തുള്ളി ചെവിയുടെ അകത്തേക്ക് ഉറ്റിക്കാവുന്നതാണ്. ഇതുവഴിയുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിറകുള്ള പ്രാണികളാണെങ്കിൽ അവയുടെ ചിറകടി ശബ്ദം നിലയ്ക്കുകയും അതുവഴി നമ്മുടെ ഇറിറ്റേഷനും ചെവിയുടെ അകത്ത് ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള സാധ്യതയും കുറയുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്രാണികളാണെങ്കിൽ വഴുതി പുറത്തേക്ക് വരാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇറിറ്റേഷനൊക്കെ കുറഞ്ഞ് നമുക്കുള്ള വേദനകളെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൃതിയുമില്ല. പിറ്റേ ദിവസമായാലും ഒരു ENT ഡോക്ടറിനെ കണ്ട് ENT ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴി നമുക്ക് സക്ഷനോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫോസെപ്സും ഉപയോഗിച്ച് ആ പ്രാണിയെ പുറത്തെടുക്കാവുന്നതാണ്. അത് എപ്പോഴും ഒരു ENT ഡോക്ടറിനെ കണ്ട് പ്രാണിയുടെ മുഴുവൻ ഭാഗങ്ങളും പുറത്തു വന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതും അത്യാവശ്യമാണ്. ചെയ്യരുതാത്ത കാര്യങ്ങളിൽ പെടുന്നതാണ് ചെവിയിൽ വെള്ളമൊഴിക്കുക എന്നുള്ളത്. ഇതുവഴി ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഓൾറെഡി ചെവിയുടെ അകത്ത് സുഷിരമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചെവിയുടെ അകത്ത് പഴുപ്പ് പോലെയുള്ള രോഗങ്ങളിലോട്ട് നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകരുതലുകൾ ഏറെ എടുക്കുകയും വേണം. നമ്മൾ ഒരു രീതിയിലും പാനിക് ആവാതെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്.